വിന്റർ ആൻഡ് കൂൾ ഇൻ സമ്മർ. നമ്മുടെ സ്വന്തം ഖാദി ഈ ഒരു ചൂടുകാലത്ത് ഏറ്റവും അനുയോജ്യമായ വസ്ത്രം. തൃശ്ശൂർ അവിടശ്ശേരി ഖാദി എന്ന് ലോകം മുഴുവൻ പ്രശസ്തി ആർജിച്ച ഒരു ബ്രാൻഡ്. ആ ബ്രാൻഡിലെ പ്രൊഡക്ഷൻ കാഴ്ചകളാണ് ഇന്നത്തെ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഖാദിയുടെ സ്പിന്നിങ്, വീവിംഗ് സെക്ഷനുകളും ഒപ്പം ഇതുപോലെ ഗോഡൗൺ ഒപ്പം ഔട്ട്ലെറ്റും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. ശീതൾ എന്ന ബ്രാൻഡിൽ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഷർട്ട്സ്, സൽവാസ് ഒപ്പം സാരീസ് എല്ലാം തന്നെ ഇവിടെ നിർമ്മിക്കുന്നു. അവിടശ്ശേരി ഖാദിയിലെ പ്രൊഡക്ഷൻ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ സ്പിന്നിങ്, വീവിംഗ് രണ്ട് വിഭാഗമായിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ ഷർട്ട്, സൽവാസ് അല്ലെങ്കിൽ സാരി, കിഡ്സ് വെയർ, അങ്ങനെ ഏത് ഖാദി ഉൽപ്പന്നമാവട്ടെ, തുണിത്തരമാവട്ടെ, അതിനെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടൺ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. സ്പിന്നിങ് സെക്ഷനിൽ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ഇൻചാർജ് ആയിട്ടുള്ള നാരായണൻകുട്ടി ചേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരം. ഇന്ത്യൻ വാർത്തയുടെ മെയ്ഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഖാദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സംരംഭമാണ് നമ്മുടെ ഈ ഒരു അവിടശ്ശേരി ഖാദി, അല്ലെ? ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ റോ മെറ്റീരിയലായ കോട്ടൺ അഥവാ പഞ്ഞി എത്തുന്നു. തുടർന്നുള്ള ആ ഒരു പ്രോസസ്സ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെ ഈ കേരളത്തിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഇല്ല, കോട്ടൺ കൾട്ടിവേഷൻ ഒന്നും ഇല്ല. നമ്മൾ അതർ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, അതുപോലെ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് കോട്ടൺ കോർപ്പറേഷൻ ഇന്ത്യയുടെ ഈ ടെൻഡർ സമർപ്പിച്ചാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ബെയിൽ എന്ന് പറയുമ്പോൾ 170 കിലോ പഞ്ഞിയാണ്. ഇത് നമ്മൾ മാനുവലായിട്ട് ഇവിടെ വന്ന് ലേഡീസ് സ്റ്റാഫ് ഉണ്ട് നമ്മുടെ, അവരത് സ്പ്ലിറ്റ് ചെയ്തിടും. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ബ്ലോ റൂം എന്ന് പറയുന്ന സെക്ഷനാണ് ഫസ്റ്റ്. ഇത് അപ്പൊ ഇത് മാനുവലായിട്ട് ഇത് ഈ കൾട്ടിവേഷന്റെ സമയത്ത് ഒരുപാട് വേസ്റ്റ് പഞ്ഞിയിൽ ഉണ്ടായിരിക്കും. അതിനെയൊക്കെ കളഞ്ഞ് നമുക്ക് പ്യുർ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യലാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ മാനുവലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഇത് കൺവെയർ ബെൽറ്റിൽ കൂടെ ബ്ലോ റൂമിൽ ഫസ്റ്റ് സെക്ഷനിലേക്ക് ചെല്ലും. അവിടെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അടിച്ച് പൽചക്രമുള്ള മെഷീനാണ് അടിച്ച് അതിനെ അപ്പൂപ്പന്താടി പോലെയായിട്ട് സെക്കൻഡ് ലെയറിലേക്ക് മാറ്റും. ഒരു പൈപ്പ് വഴി സെക്കൻഡ് ട്യൂബിലേക്ക് മാറ്റും. അപ്പൊ ഒരു 40-50% വേസ്റ്റേജ് ഇവിടെ പോയി കിട്ടും നമുക്ക്. അതിന്റെ നെക്സ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ലാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെഡ് രൂപത്തിലാണ് അത് വരുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് കോട്ടൺ കൊടുത്തിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നതാണ് ലാപ്പ്. ആ ലാപ്പിനെ നമ്മൾ അടുത്തതായിട്ട് ഇനിയും പ്രോസസ്സിങ് നടക്കുകയാണ്. പ്യൂരിഫൈ പ്രോസസ്സിങ് ഇനിയുണ്ട് 2-3 അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാർഡിംഗ് എന്നുള്ള സെക്ഷനിൽ കൊടുക്കും. അതിൽ കാർഡിങ്ങിൽ നമുക്ക് ഈ ലാപ്പിനെ ടാപ്പായിട്ട് മാറും. ഇത്രയുള്ളതിനെ തിന്നായി കൊണ്ടുവരികയാണ്. യാണായി വരുന്നവരെ ഇത്രയും വലിയ സാധനത്തിൽ തിന്നാക്കി കൊണ്ടുവരണം. അപ്പോൾ നമ്മളത് കാർഡിങ്ങിൽ കൊടുക്കും. കാർഡിങ്ങിൽ നിന്ന് ടാപ്പ് കിട്ടുന്നതിന് അടുത്ത പ്യൂരിഫൈങ് ഡ്രോയിങ് സെക്ഷനിൽ കൊടുക്കും. ഡ്രോയിങ്ങിൽ നിന്ന് കിട്ടുന്നതാണ് പ്യുർ കോട്ടൺ. അതിൽ യാതൊരു വേസ്റ്റും ഉണ്ടാവില്ല. ആ കോട്ടനെ നമ്മൾ അടുത്ത് സിംപ്ലക്സ്, നമുക്ക് നൂലുണ്ടാക്കാനായിട്ട് അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ലൈവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനാണ് സിംപ്ലക്സ് എന്ന് പറയുന്നത്. സിംപ്ലക്സിന്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണ് ഈ നല്ല പ്യൂർ ആയിട്ടുള്ള ടാപ്പിന്. അതിന് കേട്ടാൽ നമുക്ക് ഇൻപുട്ട് കിട്ടുന്നതാണ് സ്ലൈവർ എന്ന് പറയുന്നത്. അതാണ് സ്ലൈവർ ഇവിടെ ഇരിക്കുന്നത്. നമുക്കിവിടെ 2-3 സ്ലൈവർ വരും. ഇതാണ് ആ മെഷീന്റെ സ്ലൈവർ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിപ്പോ നമ്മൾ ആ ലാപ്പിനെയും ടാപ്പിനെയും കൊണ്ടുവന്ന് ഇത്രയും തിന്നാക്കി കൊണ്ടുവന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനിപ്പോ ട്വിസ്റ്റ് ഇല്ല, പൊട്ടിപ്പോരും, പഞ്ഞി തന്നെയാണ്. ഇത് നമ്മള് ചർക്കയില് 8 സ്പിൻഡിൽ ചർക്കയില് കൊടുത്ത് ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ് യാണായിട്ട് വരുമ്പോൾ. അപ്പൊ ബലായി പൊട്ടില്ല. ഇതുവരെ പഞ്ഞിയിലാണ് നിൽക്കണത്. ഇതിനി ചർക്കയിൽ കൊടുക്കുമ്പോഴാണ് അത് നൂലായിട്ട്. നമ്മുടെ ഈ ഒരു കോട്ടൺ ഒരു 3-4 ഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെയാവും. 5 ഘട്ടം ഉണ്ട്. 5 ഘട്ടം കഴിയുമ്പോൾ ഇങ്ങനെയാവും. ചർക്ക നമ്മുടെ സ്ലൈവറിനെ ഇതുപോലെ യാണാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. ഇത് മാനുവലിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപൊക്കെ 4 ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചർക്കകളാണ് ഉണ്ടായിരുന്നത്. ഇവരാണ്, നമ്മുടെ ഈ ഒരു ഖാദി അസോസിയേഷനാണ് ഇത്തരത്തിൽ ഒരേ സമയം 8 ചെയ്യാൻ പറ്റുന്ന ഒരു ചർക്ക ഡെവലപ്പ് ചെയ്തത്. ഇന്ന് ഇന്ത്യയിലുടനീളം ഇവർ ഈ രീതിയിലുള്ളൊരു ചർക്ക ഡെവലപ്പ് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്.
യാൺ അല്ലെങ്കിൽ നമ്മുടെ നൂല് അത് പല കളറിലുള്ള നൂലുകളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന ഡൈ യൂണിറ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വീവിംഗ് സെക്ഷനിലേക്ക് ആവശ്യമായ നൂലുകൾ പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള കളറുകളിലേക്ക് പച്ച, ചുവപ്പ്, മഞ്ഞ അങ്ങനെ പല കളറുകളിലേക്ക് ആ നൂലിനെ മാറ്റുന്ന പ്രോസസ്സ് നമുക്ക് കാണാം. ഡൈയിങ് യൂണിറ്റിലെ ഈ ഒരു പ്രോസസ്സൊക്കെ മാനുവലി ആയിട്ട് നടക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതുപോലെയുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഏത് കളറാണോ വേണ്ടത് അത് കലക്കി വെക്കും. എന്നിട്ട് ഇതുപോലെയുള്ള നമ്മുടെ യാൺ ഇതിൽ നിശ്ചിത സമയം മണിക്കൂറുകൾ ഇങ്ങനെ മുക്കി വെക്കും. ഒരു സൈഡ് കളർ പിടിച്ചു കഴിഞ്ഞാൽ അതേ സമയം തന്നെ തിരിച്ചിട്ടിട്ടും മുക്കി വെക്കും. അങ്ങനെ ആ ഒരു സമയം പ്രോസസ്സ് കഴിയുമ്പോൾ ഇതുപോലെ പല കളറിലായിട്ട് വരും. നമുക്ക് ഏത് കളറിലാണോ മുക്കി അതുപോലെ നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് നമ്മുടെ യാൺ മാറും. ഇതൊക്കെ നമ്മുടെ തോർത്തുമുണ്ടാണ് അല്ലേ? ഈ നൂല് വെച്ച് ഡയറക്റ്റ് ആയിട്ട് തോർത്തുമുണ്ട് നെയ്യും. അതിനുശേഷം നമ്മൾ ബ്ലീച്ച് ചെയ്യും. അതാണ് വൈറ്റ് കളറായി വരുന്നത്. അപ്പൊ ഇതിന് ബ്ലീച്ച് ചെയ്യുമ്പോൾ അത് വൈറ്റ് ആയിട്ട് മാറും. അടുത്ത സെക്ഷനിൽ പോകുമ്പോൾ നമ്മൾ തുണികള് വീവിംഗ് സെന്ററുകളിൽ തുണി നെയ്ത് അതിന്റെ സ്റ്റിഫ്നെസ് കുറവാകും. നെയ്ത് വരുമ്പോൾ നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ ഫ്രഷ്നെസ് കിട്ടില്ല, സ്റ്റിഫ്നെസ് ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ സ്റ്റിഫ് ചെയ്യണം. സ്റ്റിഫ് ചെയ്യണമെങ്കിൽ സ്റ്റാർച്ച് ചെയ്യണം. അപ്പൊ ആ പ്രോസസ്സാണ് നെക്സ്റ്റ് മെഷീനിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ നെയ്ത് വരുമ്പോൾ ഒരു 10 മീറ്റർ ഒക്കെ ഒരു പീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 200-250 മീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് വേണം. അപ്പൊ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്യും. ടെമ്പററി അറ്റാച്ച്മെന്റ് മാത്രം. ഇതിൽ വാട്ടറാണ്. വാട്ടറിൽ കൂടെ കയറുമ്പോൾ ഈ തുണിയുടെ ഇത് കുറയാണ്ടെങ്കിൽ അത് തിന്നാവും, കുറച്ച് ഇത് കുറയും. അപ്പൊ അതൊക്കെ ഈ വെള്ളത്തിൽ കുറയും. നെക്സ്റ്റ് ഇതിൽ കയറുന്നത് അതിൽ പശയാണ്. ആ പശയിൽ കയറും. പശയിൽ കയറുമ്പോൾ ആ സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് പശ കയറും. നെക്സ്റ്റ് ഹീറ്റുള്ള ഡ്രമ്മുമ്മ കയറും. ആ ഡ്രമ്മിൽ കയറിയ ഉണങ്ങി വന്ന് നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് അതിന്റെ വീതി ശരിയാക്കലാണ്. ആ മെഷീനിൽ കയറിയ മാനുവലി ചെയ്യുമ്പോൾ ഇത് വീതിയൊക്കെ മടങ്ങി വരും. അപ്പൊ അതിൽ വരുമ്പോൾ കറക്റ്റ് വീതിയായിട്ട് വരും. എത്ര വീതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മെഷീൻ. അങ്ങനെ അത് കഴിഞ്ഞ് ഫൈനലായിട്ട് അവിടെ ഉണങ്ങിയിട്ട് അവിടെ വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാനുവലായിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ട് പീസ് മടക്കി എടുക്കും. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ വാറ്റ് കളറാണ് മുക്കാൻ ഉപയോഗിക്കും. ഏറ്റവും ക്വാളിറ്റികളും ഏറ്റവും കോസ്റ്റ്ലി വാറ്റ് കളറാണ്. ഒരു 8,000 ഒക്കെ ഒരു കിലോ പെർ കിലോന് വില. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യും കളർ. വീവിംഗ് സെക്ഷൻ ആണ്. ഇത് സെമി ഓട്ടോമേറ്റഡ് വീവിംഗ് മെഷീൻ ആണ് നമ്മുടെ കൈത്തറി. ഇതിൽ ഇവർ കൂടും പാവും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ മുണ്ടുകൾ അല്ലെങ്കിൽ തോർത്തൊക്കെ വീവ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഖാദിയുടെ ഉൽപ്പന്നങ്ങൾ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന കട്ട് പീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നമാണ്. ഇത് നമുക്ക് നമ്മുടെ സോഫയിലൊക്കെ മാറ്റായിട്ട് യൂസ് ചെയ്യാം. കുഷൻ മാറ്റ് പോലെ കാറിലൊക്കെ യൂസ് ചെയ്യാം. അതിന് പല കളറുണ്ട് കണ്ടോ. ഇതൊക്കെ ഒരു 190 റുപ്പീസ് മുതൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു 10,000-ൽ താഴെ വരുന്ന ഒരു ഖാദിയുടെ സിൽക്ക് സാരിയാണ്. നല്ല രസമുണ്ട് അല്ലേ? ഇതുപോലെ മനോഹരങ്ങളായ വിവിധ വസ്ത്രങ്ങൾ, ഷർട്ടുകൾ, സാരികൾ, കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ ഖാദിയുടെ ഔട്ട്ലെറ്റ് തൃശ്ശൂരുണ്ട്. ഒപ്പം കേരളത്തിൽ 33ഓളം സെൻറ്റർ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അവണിശ്ശേരി ഖാദിയിലുള്ള ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നേരിട്ട് വന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്യാം.
ഞാൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ സ്ഥാപനം 1957 ആരംഭിച്ചതാണ്. ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നൊരു യൂണിറ്റാണ്. ഇന്ന് 2000-ഓളം ആർട്ടിസാൻസ്, അതായത് നൂൽപ്പുകാരും നെയ്ത്തുകാരുൾപ്പെടെ 2000-ഓളം ആർട്ടിസാൻസ് ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 150-ഓളം സ്റ്റാഫുകൾ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഖാദി രംഗത്തുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 10 കോടിയും സെയിൽസ് എന്ന് പറയുന്നത് 25 കോടിയുമാണ്. നമ്മുടെ ഉൽപ്പാദന വിൽപ്പന മേഖല എന്ന് പറയുന്നത് ഖാദി, നെയ്ത്ത്, അതുപോലെ തന്നെ വില്ലേജ് ഇൻഡസ്ട്രീസ്, കോക്കനട്ട് ഓയിൽ, ജിഞ്ചല്ലി ഓയിൽ, ഹണി എന്ന് വേണ്ട റെഡിമെയ്ഡ് ഷർട്ട്സ്, ചുരിദാർ, ടോപ്സ്, അതുപോലെ ന്യൂ ജനറേഷൻ ഫാബ്രിക്സ്, അങ്ങനെ ഖാദി മേഖലയിൽ ഇന്ന് ഉള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും നമ്മുടെ സ്ഥാപനത്തിൽ ലഭ്യമാണ്. ഈ സ്ഥാപനം 2 പ്രാവശ്യം അതിൻ്റെ അഭൂതപൂർവമായ പുരോഗതിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസിനും 2 പ്രാവശ്യം ഭാരത സർക്കാരിൻ്റെ നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട്. നമ്മൾക്ക് 43 വിപണന കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ട്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് ബ്രാൻഡഡ് റെഡിമെയ്ഡ് ഷർട്ട്സ് ഇറക്കിയത് ഖാദി ഗ്രാമവ്യവസായ അസോസിയേഷനാണ്. സ്ഥാപനം ഇന്ന് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. നമ്മുടെ റെഡിമെയ്ഡ് ഷർട്ട്സുകൾ, നൂതനമായിട്ടുള്ള ചുരിദാറുകൾ, ടോപ്സുകൾ ഇപ്പോഴും തന്നെ നല്ല മാർക്കറ്റ്, അതിൻ്റെ വിപണികൾ മറ്റുള്ള പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച്, മറ്റ് സ്ഥാപനങ്ങളുടെ പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് ഇന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദന വിപണന രംഗത്ത് അഭൂതപൂർവമായ പുരോഗതിയാണ് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 മാസമായിട്ട് നമ്മുടെ പ്ലാന്റ് വർക്ക് ചെയ്യാതിരിക്കുകയായിരുന്നു. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം മെഷീനറികൾ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിച്ചില്ല. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറ് നിർവഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൽ നിന്ന് നമുക്ക് 40 ലക്ഷം രൂപയോളം ഈ സ്ലൈവർ പ്ലാൻ പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹം നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നമ്മുടെ യൂണിറ്റ്, സ്ലൈവർ യൂണിറ്റ് പ്രവർത്തനം ഔപചാരികമായിട്ട് ആരംഭിക്കുകയാണ്. ഇന്ത്യൻ വാർത്ത മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലെ അവണിശ്ശേരി ആനക്കല്ല് സ്ഥിതി ചെയ്യുന്ന ഖാദിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ കണ്ടത് സ്പിന്നിംഗ്, വീവിംഗ് സെക്ഷനുകളാണ്. ഇതുപോലെ കേരളത്തിലുടനീളം ഇവർക്ക് 33ഓളം പ്രൊഡക്ഷൻ സെന്ററുകളും ഔട്ട്ലെറ്റുകളും ഉണ്ട്. അവിടെയെല്ലാം ഇവരുടെ വിവിധ ഷർട്ട്, സാരി, ചുരിദാർ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ ഇവയെല്ലാം ലഭ്യമാണ്. ഒപ്പം തന്നെ ഇതുപോലെയുള്ള മറ്റ് കോസ്മെറ്റിക്സ്, ആയുർവേദ ഉൽപ്പന്നങ്ങളും അവിടെ ലഭ്യമാണ്.